ഇവിടെ റസൂൽ പൂക്കുട്ടി ഇരിക്കുമ്പോഴും അപ്പുറത്ത് 2-3 എണ്ണത്തിന് വെച്ചുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് അവളെ പരിപാടി. അവൾ എത്ര ലക്ഷം രൂപ ആരൊക്കെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് ഉൾപ്പെടെ എന്റെ കയ്യിലിരിപ്പുണ്ട്. അത് റസൂൽ പൂക്കുട്ടിയുടെ അവിഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എന്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്. ഈ സജ്ന നൂറിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കറിയില്ല ഇങ്ങനെ ഒരു കൂട്ടുകാരി എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ എനിക്കറിയില്ല ബ്രദർ, എനിക്കറിയത്തില്ല. ഇത് കൂട്ടുകാരിൽ നിന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ എനിക്കറിയാം, ഞാൻ വളരെ വൃത്തികെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീ എപ്പോഴാണോ എനിക്കെതിരെ MDMA എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അതിനുശേഷം ഞാൻ കുറെ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ പ്രൂഫായിട്ട് 1-2 ഓഡിയോ റെക്കോർഡുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1-2 ഓഡിയോ റെക്കോർഡുകൾ, അതായത് അത് മൊത്തം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിറോസ് ഖാൻ ഏതെങ്കിലും റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റോ അത് ഈ പറഞ്ഞ സജ്ന നൂർ എല്ലാ ആളുകൾക്കും, സജ്ന നൂർ ഏകദേശം ഒരു 12ഓളം ആളുകൾക്ക് റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡുകൾ അയക്കാറുണ്ട്. ഇന്ന് തന്നെ സജ്ന നൂറിന്റെ സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജ്ന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിലെ ഒരു സംഭവമാണ് ഞാൻ എടുത്തു. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവൾ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലും വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജ്നയുടെ 2ാമത്തെ നമ്പർ. ഞാൻ കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ്, കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നെന്നുള്ളത്. അതായത് സജ്നയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജ്നയുടെ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പൊ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സപ്പിൽ മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എൻ്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണ്. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എൻ്റെ ഫോണിൽ. അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവുക എൻ്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്തിരുന്നത്. അപ്പം തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയുന്നത് ഇനി അത് അവള് അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് റസൂൽ പൂക്കുട്ടിയുടെ അവിഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്, അതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്, അത് എനിക്ക് വന്നതാണ് കോള്, ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ, അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കണ്. തേങ്ങര അരി നീ ജന്മത്ത് നീ മുക്കിളിയിൽ തൂറൂല മോളെ, പുറകെ നടന്ന് തുരത്തി വരും ഞാൻ. അങ്ങനെ ജന്മത്തെ നീ മൂടിൽ ഒതുങ്ങിയിരിക്കൂല. നിന്റെ റസൂൽ പൂക്കുട്ടിയും നീയും ചില്ലറ ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്, അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഒരാൾ ഇതാക്കണ്ട. സമൂഹം ഇരുന്നുകൊണ്ട് പറയണ എന്താണെന്നറിയാവോ, കുറെ കാട്ടവരാധികൾ വന്നിട്ട് കുറെ അപരാധം അങ്ങ് കാണിക്കുക. കുറെ കാട്ടവരാധികൾ, ഇവളമാരത് കാണാനാണ് ഇവിടത്തെ ഇവിടെ കാണണ്ടടേ. കാണാത്ത കുറെ കാട്ടവരാധന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാര് കാണണ്ട, നിങ്ങൾ കാണരുത്. നിങ്ങൾ ആരും നിർബന്ധിപ്പിച്ച് കാണിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഫേസ് ചെയ്തോണ്ടിരിക്കുക, ആ മനുഷ്യൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക, റിയാക്ട് ചെയ്തോണ്ടിരിക്കുക. ആ മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് കുറെ ഈ സ്ത്രീക്ക് മാനസിക പ്രശ്നം എന്തുകൊണ്ട് ഈ സ്ത്രീയെ പിടിച്ചടക്കാൻ നോക്കി നിങ്ങൾ ആരെങ്കിലും ഒക്കെ അടക്കി തന്നു കഴിഞ്ഞാൽ എനിക്കൊരു റിലാക്സേഷനാ. ശരിക്കും ഇവരടങ്ങാത്തടത്തോളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവരിനി അടങ്ങിയാലും എനിക്ക് കുറെ അധികം പറയാനുണ്ട്. കാരണം എനിക്ക് ഈ MDMA എന്ന് പറയുന്ന ടൈറ്റിൽ സ്പോൺസർ ഉണ്ടാക്കി തന്ന ഈ സജ്ന നൂറിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഉള്ള സ്റ്റോറി കണ്ടാൽ അറിയാം ഫേക്കാണെന്ന്. ഓക്കെ, വിടല്ലേ ആ കള്ളിയെ? വിടില്ല, ഒരിക്കലും വിടില്ല. ആ കള്ളിയുടെ അവസാനവും എൻ്റെ കയ്യിൽ കൊണ്ടാവത്തുള്ളൂ. മിക്കവാറും ആ കള്ളി ചെയ്യുന്ന എല്ലാത്തിനും ഇനി ഞാൻ റെസ്പോൺസിബിൾ ആകേണ്ടി വരും. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഷഫീന ബീവിയെ പോലെ ഈ സജ്ന നൂറിനൊക്കെ പോലെയുള്ള ഫ്രോഡുകൾ, സ്വന്തം മക്കളെ വരെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന നാറികൾ, സ്വന്തം കുടുംബത്തിന് ഒരു ഉപയോഗവും ഇല്ലാത്ത നാറികൾ, എനിക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ ജീവിതം എനിക്ക് നോക്കണം.
എനിക്ക് കാശ് കഷ്ടപ്പെട്ടാൽ മാത്രമേ എൻ്റെ കുടുംബം നോക്കാനും എൻ്റെ മോനെയൊക്കെ നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവളെ പോലെയൊന്നും പോയിട്ട് കുറെ കാട്ടവരാതം കാണിച്ച് കുറെ ആളുകളെ കൂടെ പോയി കുറെ ആളുകളെ പണം തട്ടിപ്പും നടത്തി കുറെ ആളുകളെ പറ്റിച്ചും കുറെ ആളുകളെ വെട്ടിച്ചും ഒന്നുമല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ റസൂൽ പൂക്കുട്ടി ഇരിക്കുമ്പോഴും അപ്പുറത്ത് 2-3 എണ്ണത്തിന് വെച്ചുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് അവളെ പരിപാടി. അവൾ എത്ര ലക്ഷം രൂപ ആരൊക്കെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് ഉൾപ്പെടെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. സജ്ന ചേച്ചി കുറെ ഫേക്ക് കാശ് കൊടുത്ത് വീഡിയോ അടിയിലും പൊക്കി ഉള്ള കമന്റ്സ് കാണാം. അതുകൊണ്ട് സജ്ന ചേച്ചി അല്ല, റസൂൽ പൂക്കുട്ടി. സജ്ന ചേച്ചിയുടെ ഒരു തേങ്ങയുമില്ല. റസൂൽ പൂക്കുട്ടി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുട്ടിയുടെ വിചാരം വയറ്റി കിടക്കുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ ശരിക്കും. എന്നിട്ട് റസൂൽ പൂക്കുട്ടി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, റസൂൽ പൂക്കുട്ടി അങ്ങണം സജ്നക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുട്ടി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെ റസൂൽ പൂക്കുട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് അവര് വലിയ പ്രശ്നത്തിലാണെന്ന്. അവരുടെ അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ് ദിയ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു രീതിയിൽ അവർക്ക് മാനസികമായിട്ട് ഓക്കെ അല്ല അവര്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാദിത്ത, ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. ഈ സ്ത്രീ ഈ പുരുഷനും കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേട്ടിന് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല. എന്റെ കാര്യമല്ലേ ഞാൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഞാനല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത്. ഈ കണ്ട കാട്ടവരാതം മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കണ ഇവളെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഞാനല്ലേ അപമാനിക്കപ്പെട്ടത്. എവിടെ റസൂൽ പൂക്കുട്ടിയും സജന എവിടെ? ദിയാസനെ പൊക്കിക്കൊണ്ടുവരാൻ ആൾക്കാർ. ദിയാസനയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദി. എനിക്ക് പേഴ്സണലി തരുന്ന മെന്റൽ ഹെൽത്തിന് വളരെയധികം നന്ദി. എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന, എന്നെ കാണാൻ വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ബട്ട് ഇതെല്ലാം അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ്. ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ സജന കളിച്ച ആള് തെറ്റിപ്പോയി. സജന വിചാരിച്ചത് ഇപ്പൊ എന്നെ ഒതുക്കി തൂഫാനിലിരുത്താൻ. നീ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്ത്. സജന തുടക്കമിട്ട സ്ഥലം നിങ്ങൾ ആലോചിച്ചോണം. മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തത് എന്താണെന്നറിയാം? എന്റെ അക്കൗണ്ട് ഹാക്കായെന്ന്. മുഖ്യമന്ത്രിയോട് ഞാൻ പറയാണ്, ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി അവൾ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തണം. അപ്പോഴാണ് പ്രോക്സി അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇവള് തന്നെയാണ് അതിന്റെ കാരണക്കാരി എന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവളുടെ അക്കൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്ററുമായിട്ട് വരുമല്ലോ. ഇതെല്ലാം റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാ. ഇയാൾ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൾ ഈ സാധനം ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നേരെ വന്നിട്ട് അടുത്ത നാടകം. ഈ നാടകത്തിൽ ഇവൾ എന്ത് ചെയ്തു? ബാക്കിയുള്ളവർ എന്റെ പുറകിൽ നിന്ന് കുത്തി മറ്റത് മറിച്ചത്. ഇവള് കാണിച്ച തെമ്മാടിത്തരം കാരണം എനിക്ക് ഇവളടുത്ത് സഹായിക്കാൻ പറ്റാതായി. ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്തു. 6-ാം തീയതി ബ്ലോക്ക് ചെയ്തു. അതെല്ലാം എന്റെ ഫോണിലുണ്ട്. 6-ാം തീയതി ബ്ലോക്ക് ചെയ്ത് ഇന്നലെ അൺബ്ലോക്ക്ഡ് ആയിപ്പോയ സാഹചര്യത്തെ പറ്റി ഞാൻ പറയുന്നത്. ഒരിക്കൽ പോലും ഇതാക്കില്ല. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവള് ഞങ്ങൾ വഴി കണക്റ്റഡ് ആയിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് സിറ്റിക്കകത്ത്. ഇവിടെ മാത്രമല്ല, പുറത്തുമുള്ള ആൾക്കാരുണ്ട്. എറണാകുളത്തുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്. എന്റെ സുഹൃത്തുക്കളെ മുഴുവനും വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുക. എത്ര നാണമുണ്ട് ഇവക്ക്, ഉളുപ്പുണ്ടോ ഇവക്ക്? കാരണം ഒരു മനുഷ്യനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരിക്കും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് പണക്കൊഴുപ്പ് കാണിച്ചിരിക്കുന്ന റസൂൽ പൂക്കുട്ടിയും ഹൈക്കോടതിയിലെ കുറെ വക്കീലന്മാരും. ഓക്കെ, വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തോ ഓലത്തി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്. ഉണ്ടാക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എവിടെ ഈ സാധനം ഒന്നും നിർത്താനേ പോകുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം മിണ്ടാതെ കുടുംബവും കാര്യങ്ങളും ആയിട്ട് ഒരു പ്രശ്നത്തിൽ ഇപ്പൊ തൽക്കാലം ഞാൻ വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഞാൻ ഈ പൊളിറ്റിക്കൽ വിമർശനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ RSS ഇന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവരുടെ വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വിഷയങ്ങളല്ലാതെ ഞാൻ വലുതായിട്ട് പബ്ലിക്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ വലിയ വേറൊരു സാഹചര്യത്തിലോട്ടൊന്നും ഞാൻ സാധാരണ ഇപ്പൊ പോവലില്ല അധികം. ഇങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സൈബർ അടുത്ത് വലിയ രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച ഒരാൾക്കെതിരെ നമ്മൾ ഒരു സമരം നടത്തിയത്, കരിയോലൊഴിച്ച സമരം നടത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ വരുന്ന വലിയൊരു സ്ട്രഗിളിങ് ടൈമാണ്. മീൻസ് എൻ്റെ മകൻ മെച്ചൂർഡ് ആയതിനു ശേഷമുള്ളൊരു സംഭവം. അപ്പൊ അവനെ ബാധിച്ചിരിക്കുന്ന സാധനം ഷഫീന ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയും മറ്റുമാണ്. അപ്പം അതിന്റെ പേരിലുള്ള സാധനങ്ങൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് കോടതിയിൽ മൂവ് ചെയ്യാനുള്ളൊരു പ്രൂഫാണ് ആ സാധനം. അതുകൊണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം
എനിക്കതൊരു മാറ്ററേ അല്ല. കാരണം ഇവരിൽ നിന്ന് ഇതിനെക്കാട്ടിലും വലുത് അനുഭവിച്ചിട്ടാണല്ലോ ഇവർ വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നുണ്ട്. പക്ഷേ കോടതിയിൽ പ്രൂഫായിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസ് സാധനം തന്നു. അത് ഷഫീന ബീവിക്ക് താങ്ക്സ് ഉണ്ട്. പക്ഷേ ഷഫീന ബീവി നടത്തുന്ന ഈ സമൂഹത്തിൽ നടത്തുന്ന ഈ ആക്രമണത്തിനെയൊക്കെ അത് ദിയാസനെ തന്നെ വരും. അത് ഞാൻ ഇപ്പോഴും പറയാണ്. എനിക്ക് എന്ത് തരം കേസ് വന്നെന്ന് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ അത്രയും ധൈര്യമുള്ള പെണ്ണ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് എൻ്റെ ജീവിത രീതികൾ കൊണ്ടുപോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മളാകെ ഇതായി പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്താൽ പോലും ഞാൻ ഭയന്നിരിക്കും ശരിക്കും. അതെനിക്ക് അങ്ങനെ ഒരു ഫിയറിംഗ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം ഇത് കാരണം ഉണ്ടായത് ഇവളെ പോലെ ഒരു നാറി അന്ന് ഇവള് 3 വട്ടം സൂയിസൈഡിന് ശ്രമിച്ച സമയത്ത് ഒരു വട്ടമെങ്കിലും പോവാതിരുന്ന് ഇവളങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നതാണ് സജന നൂറിന്റെ അവസ്ഥയിൽ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി അവൾ അവിടെ നൂറ് വയ്യ നൂറിന്റെ അടുത്ത് പോയി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടോ തിരിച്ച് വീട്ടിൽ വിടൂല. അവിടെ തന്നെ കൂടെ ഇരിക്കണേ. എനിക്ക് മറ്റേ ചെലവിനെന്നാണ് ഇരുത്തി വെച്ചിരിക്കുന്നത് നായിന്റെ മോൻ. മനസ്സിലായില്ലേ? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കും. ഇരുന്ന് ഇവളെ എല്ലാം സെറ്റ് ചെയ്ത് ഇവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വരെ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കിരണിന്റെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിട്ട് അത് മോശമാണ് അത് പറയുന്നത്. പക്ഷെ ഇവള് പിറ്റേ ദിവസം ഇറങ്ങി വന്നിട്ട് പറയണേ ഞാൻ ഇയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചത് മോളെ, അല്ലെങ്കിൽ അയാൾ എൻ്റെ കയ്യിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു ഇമ്മാരിയൊക്കെ കാണിക്കുന്നത് നീ എന്തൊരു വൃത്തിയുടെ കാണിക്കുന്നത്, നീ എന്തിനിങ്ങനെ ടോക്സിക് ആവണത്, അത് പ്രേമം മൊത്തിട്ട മോളെ, അത് നിനക്ക് അറിയാത്തതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വളരെ സിമ്പിളായിട്ട് ആ സാധനം പറഞ്ഞിട്ട് പോയി. ഇനി മേലാൽ എൻ്റെ അടുത്ത് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഇതിന് ഇത്രമാത്രം വലിയ ഗൗരവ വിഷയം ഉണ്ടാകുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങള് ഇക്ക തന്നെയാണ് എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ടിത്. അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് ഈ കോലത്തിൽ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങൾ അത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചിരിക്കാം. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം റസൂൽക്ക, അച്ചായനെ കോൺഫറൻസ് ഇട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് അച്ചായനടുത്ത് കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അച്ചായ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയാ എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പോക്കുറത്തം തന്നെയാണ്. നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ചായനടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിന്ന് കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ എനിക്ക് എന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാ. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണിക്ക. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. എന്റെ ഫ്രണ്ട്സിനെ തന്നെ ആ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്കെതിരെ ഗ്യാങ് ആകരുത് എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പം ഏറ്റവും വൾണറബിൾ ആക്കി നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട് ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇനി ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ ചോട്ടെ ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു. നിങ്ങൾ
ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിന്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങള് മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുവാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മുമ്പ് ഉമ്മർത്ത് പറഞ്ഞല്ലോ നിങ്ങള് അത് സജിന നിർബന്ധിച്ച് ഉമ്മ ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നെന്ന് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാള് ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പിടി ആ കുഞ്ഞു മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരു ആണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് നോ പറയണ്ടല്ലോ. എല്ലാവരും നിന്ന് സംസാരിച്ചു. ഇനി വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്നിവൾ പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവൾ കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്കും അറിയാവുന്ന നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവൾ കരഞ്ഞ് കാല് പിടിച്ച് അത് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. പറ്റിപ്പോയതാണെന്നും അവൾ നേരത്തെ പറഞ്ഞാണ് കാലിലിരിക്കുന്ന സാധനം രണ്ടുപേരും വിചാരിച്ചാലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. പിന്നെ കിളിമാനൂരുള്ള ഒരു സിദ്ദീഖ്, ദുബായിലുള്ള അമീൻ മന്നൻ, ഇതിൻ്റെയൊക്കെ വെറുതെ പറയുന്ന പേരല്ല. ഇത് കേസുമായിട്ട് പോവുകയാണെങ്കിൽ നാളെ ഇവരൊരു കേസുമായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഐ വിറ്റ്നസ്, ഓഡിയോ ഇങ്ങനെ തുടങ്ങിയ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. ബാക്കി കേൾക്കാം. മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ട് ഇപ്പൊ എന്റെ ഉമ്മ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഉമ്മ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി അതിന്റെ കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്റെ ഉമ്മ അതിന് സാക്ഷിയാണ്. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ അന്നമ്മയോട് സംസാരിച്ച എന്താ പറഞ്ഞത്? അത് ശരിയാണ്, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞു മനസ്സിലാക്കുക, ആ കുഞ്ഞിന് നമുക്കിപ്പോ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞ ആണോ?
അതെന്തും ആയിക്കോട്ടെ. ആണോ? പക്ഷേ എനിക്ക് ഞാനാണോ എനിക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത്? മനസ്സാക്ഷിയുണ്ട്. എന്ത് മനസ്സാക്ഷി? ഉടായിപ്പ് ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായിപ്പ് ഡയലോഗ് അടിച്ചു നിൽക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറയുന്ന കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. കേൾക്കേണ്ട ആവശ്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ? റസൂൽക്ക, എന്റെ കൂടെ നിൽക്കാന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇതിനെ അഗൻസ്റ്റ് പറയുന്നുണ്ടോ? എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവള് ഞാൻ കോൺഫിഡൻസ് തരാം. നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കും, അവളെ പോയി വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്താ എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ചായനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ. അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ, അന്നമ്മയെ വിട്ടേ. പക്ഷെ അച്ചായന്റെ അടുത്തും ദിയെ അടുത്തും നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നീ അല്ല ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ദിയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി എന്നാ. ദിയാസന ഇന്ത്യ മേടിച്ചതും കാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കുന്നില്ല, അവളുള്ള സത്യം തെളിയിക്കും. വീണ്ടും നീ നാളെ ഇതിനാ ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ച് നിൽക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർത്തുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല അതിലൊരു വിജയമല്ല ഇപ്പോഴും. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ ഇക്ക, എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ ഇക്ക. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. നമസ്കാരം. സജനയുടെ പുതിയ ഇൻ്റർവ്യൂക്ക് ശേഷം ഫിറോസിൻ്റെ പുതിയൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഫിറോസ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേട്ടു നോക്കാം. ഇതിൽ ഒരുപാട് തെളിവുകൾ ഫിറോസ് വെക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടത് ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്? അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർത്തുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല അതിലൊരു വിജയമല്ല ഇപ്പോഴും. ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, സജനയുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായിത്തോന്നി എന്തും വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവള് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ച് കിസിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ അവർ ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഇവളെ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാല് ഓടിക്കുന്നുണ്ട്. ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ളെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്?
എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഇത് റസൂലിൻ്റെ കളി തന്നെയാണ്. ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അതാണൊക്കെ നിൻ്റെ കൂട്ടുകാരികളെക്കുറിച്ച്. ആ ദിയാസനെ പുറത്ത് വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്ത് വന്ന് പറയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നു? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം. എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ആ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. പക്ഷേ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ കുറേ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് സജനാണ് ഇവള് പറയുന്നുണ്ട്. എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ടെവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് എനിക്ക് അയക്കുന്നുണ്ട്. അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും? അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ
അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് എന്തുണ്ട് വിശേഷം? അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാ സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവള് ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ഇത് ആരുടെ നെയിൽ പോളിഷാണ്, അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അങ്ങേർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തിട്ട് സച്ചിന് ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോകേണ്ട സമയം കഴിഞ്ഞു. വേറെ ഒരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരിട്ട് തല്ലുപിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. അയ്യോ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്ന് ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാല് അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവര് വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവള് സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവള് സംസാരിക്കും. എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പൈസ വേണം. എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവൾ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി വിട്ടു എന്ന് ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവള് പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാരാന്ന് പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പം സജന വന്നതിന് അവള് വൃത്തിയിട്ടവളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും.
അപ്പം ഞാൻ കയറ്റിവിട്ട എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ അവിടെ അപ്പം അതിനു മുമ്പ് നാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ആ ചെക്കൻ്റെ ഇപ്പം ഇന്നാളെ ഒരു അലിഗേഷനൊക്കെ വന്നല്ലോ, അവൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവളെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പം എനിക്ക് വന്നിരുന്ന് എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ അവൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്. വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ്, അത് തന്നെ ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പം അവനും വിളിക്കും, സച്ചിനെ കണ്ടില്ലേ, വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നോ സച്ചിന? അവളുടെ കൂടെയാണ് ഫിറോസ് വീഡിയോ ഇട്ടേക്കണം. അവർ ഇവരൊക്കെ മൂപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്നുണ്ട്, നീ എനിക്കൊരു ഇന്റർവ്യൂ ശരിയാക്കിട്ടാടാ, ഞാൻ വന്നിരുന്ന് സംസാരിക്കട്ടേടാ, ഫിറോസിനെ എനിക്ക് പറയണോടാ. കാരണം ഇവള് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾട്ടയായി. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് സജിനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നോട് വെച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ കാണാത്തത് പറയില്ല, അതുകൊണ്ട് ഫിറോസ്ക്ക് എനിക്ക് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ശരി മോളെ എന്നും പറഞ്ഞിട്ടാണ് വെച്ചത് ഫോൺ. ഓക്കെ, നിനക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ എന്നെയൊക്കെ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് പിന്നെയും സജനയുടെ മേത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനെ കുറിച്ച് സജന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ഫോളോവേഴ്സ് സജനക്കില്ല. അന്ന് ഇവൾ ഫ്രോഡാണ്, കുടുംബം കലക്കി എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അവളുടെ ആ ഫോട്ടോയുടെ നടുക്ക് ഇങ്ങനെ എഴുതിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ റസൂൽ പൂക്കുട്ടി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരിക്കണ ഇയാള് എന്നെ വിളിക്കല്ലേ സജന എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ലക്ഷ്മി വിളിച്ചത് കരച്ചിലാണ്, വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇയാള് എൻ്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയപ്പം. അപ്പം ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനുണ്ട്, വേറൊരു കുട്ടിയുണ്ട്. അപ്പം അവൾ നല്ലൊരു മര്യാദക്കാരി കൊച്ചാണ്. അപ്പം ഇവരൊക്കെ ഒറ്റ ഗ്യാങ് ആണെങ്കിൽ പോലും ഇവളുടെ ക്യാരക്ടർ ആരും ഇങ്ങനെ അനുകരിക്കുന്ന ആൾക്കാരല്ല. ഇവളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ പൊട്ടകളും അല്ല അത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബോംബെ പോകുന്നു. ഇവൾക്ക് ബോംബെ എന്ന് കേട്ട പിളക്കം, എനിക്കിപ്പോൾ പോകണം, ഞാനും വന്നിട്ട് എന്നെയും കൊണ്ട് എനിക്ക് റസൂൽഖാനെ കാണണം പറഞ്ഞ് ഇവള് ബഹളം വെച്ചിട്ട്. അപ്പം അപ്പളെ ആ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ സജന ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വരൂലട്ടെ, എന്നെ ഒഴിവാക്ക്, സജന ഉണ്ടെങ്കിൽ ഞാൻ മോനെ അവളുടെ കാശ് എടുത്തിട്ട് വരണേന് നമുക്കെന്താ, അവൾ വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് റസൂൽ പറയണത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയല്ലേ, സജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. എന്ത് പ്രശ്നം, അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ഇവളൊന്ന് ഇതിലൊന്ന് ചേർക്കാമോ എന്ന് വെച്ചപ്പം മറ്റേ കൊച്ചിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല ശരി എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇയാളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളുടെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സജനന. എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നുപേരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവർ രണ്ടുപേരും റൂമിലാണ്. ഇവർ ഭയങ്കര എൻജോയ്മെന്റാ. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന എപ്പോ നോക്കിയാലും എൻ്റെ ഇക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറയും, ഭയങ്കര ബഹളം. ഇവൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നുമല്ല ശ്രദ്ധ. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവൾ വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സജന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ പെങ്കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിന്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണമെന്ന് തോന്നുന്നത്. കാരണം ഇവളുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകണം വെച്ചത്. ഇവള് ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഈ 2 മക്കളെയുമായിട്ട് അവള് ഷാലുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോണ്ടാ വിളിക്കണേ, എടാ എനിക്കൊരു പ്രശ്നമുണ്ടടാ. ഞാൻ ചിന്ത പറ്റി, എടാ ഷാലുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എൻ്റെ മക്കള് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാൽ മതി, പിള്ളേരെ മാറ്റി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നു പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നു, 2-3 ദിവസം നിന്നു പോന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നന്ദിയില്ലാത്ത വർത്താനം. എനിക്ക് ആ ഒരു ഇതിലൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പണ്ടേ ഞാൻ ഈ വീഡിയോ കിട്ടാനായിരുന്നു. കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാരത്തി പറയില്ല. കൂടെ നിന്ന് ചതിക്കാൻ, നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തിട്ട് എടി സോറി എടി അറിയാണ്ട് പറ്റിപ്പോയതടി, അത് എൻ്റെ കൈ തട്ടി കോള് പോയതാണ്, അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവത്തെ എല്ലാം തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുക,
അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ലൈഫിൽ നിന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറഞ്ഞിട്ടെ, ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം ചെയ്തു വെച്ച് പവിത്രയായ സജന വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ പറയാം അവൾക്ക് അവിഹിതമാണ്, അവൾ ആ ആണിൻ്റെ കൂടെയാണ്, അവൾ ഈ ആണിൻ്റെ കൂടെയാണ്, അവൾ ആ മറ്റാളിൻ്റെ കൂടെ. എന്തിനങ്ങനെ പറയണേ? ഇവൾ ആരുടെ കൂടെയാണ് അവൾ ആദ്യം ചിന്തിക്കണ്ടേ? എന്നിട്ട് റസൂൽ പൂക്കുട്ടിയിൽ ഒതുങ്ങിയോ? അവള് അയാളിൽ ഒതുങ്ങാൻ പോണില്ല. MDMA വലിച്ചു കയറ്റണ സജനയില്ലേ, ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ ഇട്ട് തരണ്ട്. ഞാനെല്ലാം ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാൻ ഇടും. വലിച്ചു കയറ്റണതും കിറിങ്ങി നടക്കണതും പാട്ട് പാടണതും ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഇപ്പം അവൾക്ക് ജയിക്കാൻ വേണ്ടി ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇടും. എന്നിട്ട് അവള് തന്നെ ഡിലീറ്റ് ചെയ്യും. അത് എതിർക്കുന്ന ഇപ്പുറത്തേക്കുന്ന ഇങ്ങനെ പൊട്ടാനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ? ആർക്കാണെങ്കിലും ഒരു ദിവസം പ്രതികരിക്കാൻ തോന്നൂലേ? അത് തന്നെയാണ് ഇപ്പോഴും തോന്നിയത്. എനിക്കിതൊക്കെ പറയാണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമ്മളൊന്ന് ആലോചിക്കും, ഒരാളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ, അവളിരുന്ന് മെഴുകണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കിത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള് ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ, അവരൊക്കെ എറിഞ്ഞിട്ടിട്ടാ പോയത്. രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്ത് നിന്ന് ഈ ആണുങ്ങൾ. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും ഇവര്. പിന്നെ കൂടുതൽ ഉപദേശി റസൂൽ പൂക്കുട്ടി തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം, പിന്നെ പാർട്ടി അയാളുടെ കയ്യിലാണെന്നുള്ള അഹങ്കാരം, അയാൾക്ക് വലിയ വലിയ ആൾക്കാരോട്ടുള്ള ഇതുണ്ടാകും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സജന നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ ഇത്രേ പറയുള്ളൂ, റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറിയ ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവൾ കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ പറ്റാണ്ട് എൻ്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏതോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തയോൺ എടുക്കണോടാ, കുറച്ച് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവളെ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവള് കടം വാങ്ങിക്കുന്നത്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തി. MDMA എന്നൊക്കെ പറയുന്ന ചെറിയ അലിഗേഷൻ അല്ല. ദിയാസന MDMA അടിച്ചൊന്നും ക്യാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കത്തില്ല, അവളുള്ള സത്യം തെളിയിക്കും. വീണ്ടും നീ നാറും. പിന്നെ യൂട്യൂബേഴ്സ് വീഡിയോസിൽ നിന്നും പറഞ്ഞ് നീ പറയുന്നത്, നമ്മൾ കൊടുക്കാത്തൊരു കാര്യം ഒരിക്കലും യൂട്യൂബേഴ്സ് ഇടത്തില്ല. അവർ പബ്ലിക്കലി പറയുന്ന കാര്യം തന്നെയാണ് ഇടുന്നത്. 99% ആൾക്കാർ അത് തന്നെ ചെയ്യുന്നത്. പിന്നെ 1% ഉള്ളത് അത് ജനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു യൂട്യൂബറുണ്ട് അങ്ങനെ റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് അയാൾ ഒരിക്കൽ പോലും കുറ്റം പറയാതെ ബാക്കിയുള്ളവരുടെ ചേർത്ത് കുറ്റം ചാരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് സജനയോട് കൂടി പറയാനുള്ളതാണ്. കാരണം ഫോണുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, നിങ്ങൾക്ക് കേസ് തരണമെന്നില്ല. പക്ഷേ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകും. ഇനിയിപ്പം എന്നെ കള്ളക്കേസ് നിങ്ങൾ കുടിക്കാനും എനിക്ക് കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിനെ വെച്ച് കളിക്കരുത്, അത് വളരെ തെറ്റാണ്. കാരണം ഇനി അവൻ എൻ്റെ കൂടെ വന്നാൽ നല്ല ഫ്യൂച്ചർ അവനുണ്ടാകും. പ്ലീസ്, അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, കുഞ്ഞിനെ വെച്ച് കളിക്കരുത്. നീ റസൂൽ പൂക്കുട്ടിയുടെ ആരോട് വേണമെങ്കിൽ ജീവിച്ചു. ഇനി എന്തൊക്കെയാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളത് വഴിയെ കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.